നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയൻ യേശുവേ, ഹല്ലേലൂയ മാറാനാഥാ, ഹല്ലേലൂയ മാറാനാഥാ. Come, Lord Jesus. പ്രൈസ് ദി ലോർഡ്. മാറാനാത്ത പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ വലിയ സമാധാനം കൊണ്ട് നിറയപ്പെടാൻ ആഗ്രഹിക്കുകയും കൊതിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിമിഷങ്ങളാണ് തുടർന്നുള്ള നിമിഷങ്ങൾ. യേശുവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് നിറയുമ്പോഴാണ് യേശുവിൻ്റെ സമാധാനത്തിൽ പങ്കുചേരാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്ക് ഈ ദിവസം ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, അങ്ങയുടെ സമാധാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ആത്മാർത്ഥമായി ചേർന്ന് പാടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. എന്നിൽ നിറയണമേ, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞു കവിയണമേ, ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു. കവിഞ്ഞൊഴുകണമേ, യേശുവിന്റെ സമാധാനം കൊണ്ട് നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ചെറിയവരും വലിയവരും പ്രാർത്ഥിക്കട്ടെ. എന്നിൽ നിറയണമേ, ദാഹത്തോടെ നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഒഴുകണമേ, ഹൃദയത്തോടെ ചേർന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ശക്തിയോടെ ചേർന്ന് പാടുന്നു. എന്നിൽ നിറയണമേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ പരിശുദ്ധാത്മാവേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കവിഞ്ഞൊഴുകണമേ. ജീവിതങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് എല്ലാ മക്കളും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 സമാധാനം കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണം യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാഥ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കർത്താവായ യേശുവേ വേഗം വരണമേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോഴാണ് സമാധാനം കൊണ്ട് നമ്മൾ നിറയപ്പെടുന്നത്. എഫെസ്യരുടെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യപ്രകാരമാണ്, അവൻ നമ്മുടെ സമാധാനമാണ്, ഇരുകൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ അവൻ തകർക്കുകയും ചെയ്തു. അതാണ് വചനം. അവൻ നമ്മുടെ സമാധാനമാണ്. യേശു ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള സമാധാനക്കേടും അസ്വസ്ഥതകളും ഒക്കെ കാണുമായിരിക്കും. ഒരുപക്ഷെ കടബാധ്യതയായിരിക്കാം, രോഗത്തിൻ്റെ കെട്ടുകളായിരിക്കാം, പലതരത്തിലുള്ള ബന്ധനങ്ങളായിരിക്കാം, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളായിരിക്കാം. എന്തെങ്കിലും ആകട്ടെ, അവൻ വരുമ്പോൾ, യേശു വരുമ്പോൾ വലിയ സമാധാനം നമുക്കുണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കൽ സെഹിയോനിൽ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് 3-4 ചെറുപ്പക്കാര് തൃശ്ശൂർ ഭാഗത്തുനിന്ന് അവർ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. അവർ പറയാണ്, അച്ഛാ, ഒത്തിരി അസമാധാനമായിട്ടാണ് വന്നത്, ഒരുപാട് അസ്വസ്ഥതയുണ്ടായിരുന്നു മനസ്സിൽ, ഒത്തിരി പാപത്തിൽ പെട്ടുപോയ വ്യക്തികളായിരുന്നു ഞങ്ങൾ. ചീത്ത കൂട്ടുകെട്ടിലും ഗുണ്ടായുസത്തിലും അശുദ്ധിയിലും ചീത്ത സിനിമകളിലൊക്കെ മുഴുകിയിരുന്ന വ്യക്തിത്വങ്ങളായിരുന്നു ഞങ്ങളുടേത്. പക്ഷേ ഒട്ടും മനസ്സിന് സന്തോഷമില്ല. അങ്ങനെയാണ് ധ്യാനം കൂടാൻ വേണ്ടി വന്നത്. വന്നപ്പോൾ പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ കൃപ കർത്താവ് തന്നു.
ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം കൃപ തന്നു, യേശുവിനെ ആരാധിക്കാൻ കൃപ തന്നു. ഇപ്പോൾ വലിയ സമാധാനം അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് വചനം. അവൻ നമ്മുടെ സമാധാനമാണ്. അവൻ ശത്രുതയുടെ മതിലുകൾ, അശുദ്ധിയുടെ മതിലുകൾ, തിന്മയുടെ മതിലുകൾ അവൻ തകർത്തു. അവൻ സമാധാനം കൊണ്ട് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ദൈവത്തിന്റെ സമാധാനം നിറയപ്പെടാൻ വേണ്ടി എന്തെല്ലാം ചെയ്യണമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കൽ കൂടി മനസ്സ് തുറന്ന് നമുക്ക് കേൾക്കാം. ഈശോ ജനിച്ചപ്പോൾ തന്നെ, ലൂക്കാസ് സുവിശേഷം 2-ാമത്തെ അധ്യായം അതിന്റെ 14-ാം തിരുവചനം, ഈശോ ജനിച്ചപ്പോൾ തന്നെ ദേവദൂതന്മാർ ആലപിച്ച ഗാനം നമുക്കറിയാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിന് മഹത്വം നൽകുമ്പോൾ ദൈവത്തിന്റെ കൃപ ഭൂമിയിലേക്ക് നിറയും. ദൈവത്തിന്റെ കൃപ ഭൂമിയിലേക്ക് നിറയുമ്പോൾ യേശുവെന്ന സമാധാനം നുകരാൻ ഓരോരുത്തർക്കും സാധിക്കും. യേശുവാണ് സമാധാനം. അതാണ് മാലാഖമാർ ഉദ്ഘോഷിച്ചത്. ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിന് മഹത്വം, ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. ദൈവത്തിന് മഹത്വം നൽകാതിരുന്നാൽ, ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താതിരുന്നാൽ ഒരിക്കലും ദൈവികമായ സമാധാനം, യേശുവിന്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പറ്റുകയില്ല. റോമാലേഖനം 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, അവിടെ വചനപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ദൈവത്തെ അറിഞ്ഞെങ്കിലും ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല, ദൈവത്തിന് നന്ദി പ്രകാശിപ്പിച്ചില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തുകയും നന്ദി പ്രകാശിപ്പിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതം ഇരുണ്ടുപോയി. സമാധാനം നഷ്ടപ്പെട്ടു. സമാധാനം അനുഭവിക്കാൻ പറ്റിയില്ല. സമാധാനം അനുഭവിക്കണമെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന്റെ യേശുവിന്റെ സമാധാനം അപ്പോഴാണ് ഓരോ ജീവിതങ്ങളിലേക്കും നിറയപ്പെടുന്നത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങളിൽ പൗലോസ്ലീഹ വീണ്ടും നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും യാചനകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവിൻ. അപ്പോൾ നമ്മുടെ ചിന്തകളെ അതിജീവിക്കുന്ന ദൈവത്തിന്റെ സമാധാനം യേശുക്രിസ്തുവിൽ നമ്മളെ കാത്തുകൊള്ളും. ദൈവത്തിന്റെ സമാധാനം നമ്മളിലേക്ക് നിറയണമെങ്കിൽ വചനം പഠിപ്പിക്കുകയാണ്, കൃതജ്ഞതാ സ്തോത്രം ചെയ്യണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അപ്പോൾ യേശുവിന്റെ സമാധാനം നമ്മളിലേക്ക് നിറയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ ഉത്ഥാനം ചെയ്തതിനു ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോഴെല്ലാം ഈശോ തന്റെ കരമുയർത്തി ശിഷ്യന്മാർക്ക് സമാധാനം ആശംസിക്കും. അനേക തവണ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. യേശു സമാധാനം ആശംസിക്കുകയാണ്, നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ടവരെ, മുറിവേറ്റ കരങ്ങൾ, ഉദ്ധാനം ചെയ്തെങ്കിലും അവന്റെ കരങ്ങളിൽ മുറിവുണ്ടായിരുന്നു. ആ മുറിവേറ്റ കരങ്ങൾ ഉയർത്തിയിട്ടാണ് യേശു സമാധാനം ആശംസിച്ചത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും പലതരത്തിലുള്ള മുറിവുകളുണ്ട്. ധ്യാനം കൂടി പ്രാർത്ഥിക്കുന്നു, വചനം കേൾക്കുന്നു, എങ്കിലും നമ്മുടെ ജീവിതത്തിൽ മുറിവുകളുണ്ട്. തിരിച്ചറിയുക, ആ കർത്താവ് ഉദ്ധാനം ചെയ്തെങ്കിലും അവന്റെ കരങ്ങളിൽ മുറിവുകൾ ഉണ്ടായിരുന്നു. മുറിവേറ്റ കരങ്ങൾ ഉയർത്തിയിട്ടാണ് യേശു സമാധാനം ആശംസിച്ചത്. യേശു എന്ന വ്യക്തി നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുമ്പോൾ എത്ര മുറിവ് നമുക്കുണ്ടെങ്കിലും, എത്ര രോഗത്തിന്റെ പീഡകളുണ്ടെങ്കിലും, എത്ര അസ്വസ്ഥതകളുണ്ടെങ്കിലും, എത്രമാത്രം വിട്ടുമാറാത്ത പ്രശ്നങ്ങളോ സാമ്പത്തിക പരാജയങ്ങളോ നമുക്കുണ്ടെങ്കിലും വലിയ സമാധാനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. അതുതന്നെയാണ് വചനം പഠിപ്പിച്ചത്. അവൻ നമ്മുടെ സമാധാനമാണ്. യേശു നമ്മുടെ സമാധാനമാണ്. വേറെ ഒരു വ്യക്തിയിലും സമാധാനം നമുക്ക് അനുഭവിക്കാൻ പറ്റുകയില്ല. ഈ വലിയൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ നമ്മുടെ എല്ലാ കഷ്ടതകളും സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഈശോയ്ക്ക് സമർപ്പിക്കും. മറക്കരുത്, സമാധാനമായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരാൻ നമുക്ക് അവിടുത്തെ മഹത്വപ്പെടുത്താം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവ കൃപ ലഭിച്ചവർക്ക് സമാധാനം. കർത്താവിന്റെ സമാധാനം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാന രാജാവായ യേശുവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഈശോയെ, പ്രത്യേകിച്ച് കടബാധ്യതകളും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും രോഗത്തിന്റെ പീഡകളൊക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട് ഈശോയെ. എങ്കിലും ഞങ്ങൾ വിശ്വസിക്കുകയാണ്, അങ്ങ് വരുമ്പോൾ അവയുടെ എല്ലാം മധ്യത്തിലും
ഒരു സമാധാനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈശോ അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ തരുന്നത്. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിച്ച് സമാധാനം കൊണ്ട് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നു ചേർന്ന് സമാധാനത്തിന്റെ രാജാവായ യേശു ക്രിസ്തുവിനെ മഹത്വപ്പെടുത്തി അവന്റെ സമാധാനം കൊണ്ട് നിറയപ്പെടാനായിട്ട് ആഗ്രഹിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് ഹൃദയം തുറന്ന് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി ഉറക്കെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഞാനെന്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവായ ദൈവമേ, സ്വസ്ഥരാകാതെ കാത്തിരിക്കൂ നിങ്ങൾ, എന്റെ സമാധാനം സ്വീകരിക്കൂ. വിശ്വസിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനെന്റെ ആത്മാവിനെ അയക്കും. ഓരോ മക്കളും ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. കാത്തിരിക്കൂ നിങ്ങൾ, എന്റെ സമാധാനം സ്വീകരിക്കൂ. സമാധാനത്തിന്റെ രാജാവായ യേശുവിനെ ഒരിക്കൽ കൂടി മഹത്വപ്പെടുത്തട്ടെ. യേശുവേ, 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 എഴുന്നള്ളി വരണമേ കർത്താവേ. സകല മക്കളിലേക്ക് വരണമേ, സകല ജീവിതങ്ങളിലേക്ക് വരണമേ. ഇപ്പോൾ തന്നെ മനസ്സിലുള്ള നിരാശയും ദുഃഖവും ഭാരങ്ങളെല്ലാം മാറ്റി വലിയ സമാധാനം കൊണ്ട് അഭിഷേകം ചെയ്യണമേ. യേശുവേ നന്ദി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരിശുദ്ധാത്മാവേ നിറയണമേ. യേശുവിന്റെ സമാധാനം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണം. മാറാനാത്ത കർത്താവായ യേശുവേ, വേഗം വരണമേ. ഹല്ലേലൂയ, മാറാനാത്ത. നമ്മുടെ മുമ്പിൽ പരിശുദ്ധ കുർബാനയുടെ രൂപത്തിൽ കർത്താവായ യേശുക്രിസ്തു എഴുന്നള്ളി വന്നിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടെ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ കർത്താവിനെ ആരാധിക്കുമ്പോൾ കർത്താവായ യേശു നമ്മുടെ ഉള്ളിലുള്ള എല്ലാ നിരാശയും എടുത്തു മാറ്റി വലിയ പ്രത്യാശയുടെ അഭിഷേകം തന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. റോമാലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാം തിരുവചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ സർവശക്തനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. എഴുന്നള്ളിയിരിക്കുന്ന ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ നമുക്ക് ആരാധിക്കാം. അവിടുത്തെ ആരാധിക്കുമ്പോൾ അവിടുത്തെ അഭിഷേകവും ശക്തിയും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞ് എല്ലാ നൈരാശ്യത്തിൻ്റെ ചിന്തകളും നൈരാശ്യത്തിൻ്റെ കെട്ടുകളും അഴിച്ച് കർത്താവ് നമ്മളെ വിടുവിക്കും. കണ്ണുകളടച്ച് ആ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതങ്ങളെ മുഴുവനും സമർപ്പിച്ച് എല്ലാ മക്കളും ഹൃദയം തുറന്ന് യേശുക്രിസ്തുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രത്യാശയോടെ ദൈവത്തെ ആരാധിക്കട്ടെ, ബോധ്യത്തോടെ യേശുവിനെ ആരാധിക്കട്ടെ, മനസ്സ് തുറന്ന് യേശുവിനെ ആരാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
മാറും നിരാശ നീങ്ങും വിലാപമുക്തമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം മിശിഹാരാജൻ നമുക്ക് ഭയമെല്ലാം മാറും നിരാശ നീങ്ങും വിലാപമുക്തമായി തീർന്നിടുമേ തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം മിശിഹാരാജൻ നമുക്ക് യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ ആരാധിക്കട്ടെ. യേശുവേ നിരാശയുടെ എല്ലാ കെട്ടുകളെയും കർത്താവേദി പൊട്ടിച്ച് വിടുവിക്കണമേ. അങ്ങയുടെ നാമത്തിൽ കെട്ടുകൾ അടിയട്ടെ. യേശുവിന്റെ നാമത്തിൽ നിരാശയുടെ കെട്ടുകൾ അടിയട്ടെ. ജോലിയില്ലാത്തതിന്റെ നിരാശ ദൈവമക്കളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ അങ്ങയുടെ നാമത്തിൽ മരണചിന്തയുള്ള മക്കളുടെ മനസ്സിൽ നിന്ന് എല്ലാ തരത്തിലുള്ള മരണത്തിന്റെ ചിന്തകളും അങ്ങ് മാറ്റണമേ. എനിക്ക് രക്ഷയില്ല, എനിക്ക് മോചനമില്ല എന്നുള്ള ചിന്ത യേശുവിന്റെ നാമത്തിൽ മക്കളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകട്ടെ. കടക്കണിയുടെ നിരാശയിൽ കഴിയുന്ന എല്ലാ മക്കൾക്കും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ വിടുതൽ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ, അത്ഭുതകരമായ നാമത്തിൽ നിരാശയുടെ ദുരാത്മാവ് വിട്ടുപോകട്ടെ. നിരാശയുടെ ദുരാത്മാവ് വിട്ടുപോകട്ടെ. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ പ്രത്യാശയോടെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മനസ്സ് തുറന്ന് യേശുവേ 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 എന്ന് ചേർന്ന് വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. യേശുവിന്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവൻ തന്നെ സമ്പത്ത് വർഷിക്കുന്നു. യേശുവേ 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 യേശുവേ. നിരാശനായ മനുഷ്യ ഹൃദയം നുറുങ്ങി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. നിരീശ്വരനായ മനുഷ്യ എല്ലാ നിരാശയും ഈശോയുടെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിരാശനായ മനുഷ്യ എല്ലാ ദുഃഖങ്ങളും ഈശോയ്ക്ക് സമർപ്പിച്ച് വിളിക്കുന്നു. ഈശോയെ നിരീശ്വരനായ മനുഷ്യ യേശു ക്രിസ്തുവിന്റെ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ വിശ്വസിക്കൂ, ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു. ആശ്വസിക്കൂ, യേശു നിന്നെ സ്പർശിക്കുന്നു. ഈശോ നിന്നെ സ്പർശിക്കുന്നു. സകല മക്കളെ ഈശോ സ്പർശിക്കുന്നു. നിന്നെ ഈശോയെ സ്പർശിക്കുന്നു. ഈശോയെ ഈശോയെ സ്പർശിക്കണമേ. ഈശോയെ സ്പർശിക്കണമേ. ദിവ്യകാരുണ്യത്തിന്റെ പക്കലേക്ക് രണ്ട് കരങ്ങളും നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കുന്ന സമയമാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിൽ തളം കെട്ടി കിടക്കുന്ന എല്ലാ നൈരാശ്യത്തിന്റെ കെട്ടുകളെയും കർത്താവ് അഴിച്ചു മാറ്റി നമ്മളെ വിടുവിക്കുകയാണ്. എല്ലാ ബന്ധനങ്ങളെയും കർത്താവ് മുറിച്ചു മാറ്റി വിടുവിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ മനസ്സിലുള്ള എല്ലാ തരത്തിലുള്ള ദുഃഖങ്ങളും ഭാരങ്ങളും നിരാശയും മാറി, ആരിലും രക്ഷയില്ല എന്നുള്ള ചിന്തകൾ മാറി ദൈവമക്കൾ വിടുതൽ പ്രാപിക്കുന്ന സമയമാണ്. കരങ്ങൾ ഉയർത്തി പ്രിയപ്പെട്ട മക്കളെ, എല്ലാ നൈരാശ്യത്തിന്റെ കെട്ടുകൾ അടിക്കുന്ന ആ യേശുവിന്റെ പക്കലേക്ക് ജീവിതങ്ങളെ സമർപ്പിച്ച് രണ്ട് കരങ്ങളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ 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 യേശുവേ. ഈ നിമിഷം അത്ഭുതകരമായി ദൈവമക്കളുടെ ഉള്ളിലുള്ള നിരാശ വിട്ടുപോയി അത്ഭുതകരമായ സൗഖ്യം പ്രാപിക്കട്ടെ, സൗഖ്യം പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. സകല മക്കളിലേക്ക് സ്വർഗ്ഗത്തിന്റെ ശക്തി ഇപ്പോൾ പറന്നിറങ്ങട്ടെ, ആഴ്ന്നിറങ്ങട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ, നിരാശ വിട്ടുപോകട്ടെ, അഭിഷേകം നിറയട്ടെ, അഗ്നി പടരട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. അങ്ങയുടെ നാമത്തിൽ ഈ മക്കളുടെ ഉള്ളിലുള്ള നിരാശയെ പുറത്താക്കി പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ വിട്ടുപോകുക. അഭിഷേകം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവ്യകാരുണ്യമേ, സംപൂജ്യ സ്നേഹമേ, നിന്നെ നമിക്കുന്നു ഞങ്ങളിന്ന്. എല്ലാം സമർപ്പിച്ച് ഈശോയെ ആരാധിക്കുന്നു. എൻ ജീവിതത്തിലെ ആശ നിരാശകൾ ഈശോയുടെ തൃപ്പാദങ്ങളിലേക്ക് നിന്നിലർപ്പിച്ചു ഞാൻ കുമ്പിടുന്നു. ഈശോയുടെ കാൽക്കീഴിലേക്ക് എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ ജീവിതത്തിലെ ആശ നിരാശകൾ പൂർണ്ണമായും ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. നിന്നിലർപ്പിച്ചു ഞാൻ കുമ്പിടുന്നു. കർത്താവേ, അങ്ങ് തൊട്ടതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തെ ഓർത്ത് ആരാധിക്കുന്നു. എല്ലാ നിരാശയെ മാറ്റി പ്രത്യാശ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് മഹത്വപ്പെടുത്തുന്നു. ഈശോ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. Hallelujah, Maranatha. എൻ്റെ പേര് ടോമി. എൻ്റെ പേര് സ്ഥലം കടപ്ലാമറ്റം. സ്ഥലം എവിടെയാ? സ്ഥലം കടപ്ലാമറ്റം. കടപ്ലാമറ്റം. ആ, എനിക്ക് ഞാൻ ഒരു തടിക്കച്ചവടക്കാരാണ്. അപ്പം അങ്ങനെപ്പോൾ ഒരു പാറവട ചെന്ന് തടി വെട്ടിയപ്പോഴത്തേക്ക് പാറവടയിൽ നിന്ന് കല്ല് പൊട്ടിത്തെച്ച് എൻ്റെ കാലിന് മുട്ടേറ്റേക്ക് ഒന്ന് കൊണ്ട്. അപ്പം മെഡിക്കലൈസ് ചെയ്യുന്നപ്പോഴത്തേക്ക് പറഞ്ഞ് കാലിന് മുട്ടേറ്റ എടുത്ത് ഓപ്പറേഷൻ എക്സ്ട്രാ എടുക്കണമെന്ന് പറഞ്ഞ് എക്സ്ട്രാ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കാലിന് മുട്ടേറ്റ പൊട്ടി തകർന്നു പോയി. അപ്പോൾ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്ത് എടുത്ത് കളഞ്ഞെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്ത് മുട്ടേറ്റ എടുത്ത് കളഞ്ഞ ശേഷം എൻ്റെ കാലും മുട്ടൊന്നും മടക്കത്തില്ലായിരുന്നു. എനിക്ക് ഒരു വർഷമായി ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി. ഇന്നലത്തെ ആരാധനയിലായിട്ട് എനിക്ക് കർത്താവ് ഈ സൗഖ്യം നൽകി. പിന്നെ ഇങ്ങനെ കാലും മുട്ട മടക്കുകയും ചെയ്യാം, ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ തന്നെ ബാത്റൂമിലേക്ക് പോകുന്ന ഒരു കുഴപ്പമില്ല. ഇപ്പം എനിക്ക് ദൈവത്തിന് സ്തുതി. കാലിന്റെ മുട്ടുചരട് തകർന്ന വ്യക്തിയാണ്. ഒരു വർഷമായിട്ട് കാൽമുട്ട് മടക്കാനോ നിവർത്താനോ പറ്റില്ലായിരുന്നു. എന്നാൽ ഇന്നലെ ആരാധനയുടെ സമയത്ത് ഈശോ സുഖപ്പെടുത്തി. ശക്തിയോടെ കരങ്ങൾ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ആഹ്ലാദിച്ച് എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ. അതു ചിന്തയിലടങ്ങ സിന്ധു സമാനമായി സന്തതം കാണുന്നു ഞാൻ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം എത്ര മനോഹരമേ.